ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും സംഭവവികാസങ്ങളും തീർത്തും യാഥാർത്ഥ്യമാണ്. ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ആരെങ്കിലുമായി സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമല്ല. Dear parents, teachers, uncles, aunties and internet service providers, നിങ്ങളെല്ലാവരും തന്ന ഫ്രീ അഡ്വൈസിന് അഥവാ ഉപദേശങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവർ ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു യുവർ മോട്ടിവേഷൻ ലെവൽ ഏലിയാസ് സ്ട്രെസ് ലെവൽ. നല്ലൊരു സിനിമാക്കാരനാവണമെങ്കിലേ നല്ല ജീവിതാനുഭവം വേണം. നിനക്കൊക്കെ എന്തുണ്ട്? 10 കഴിഞ്ഞ +2 കഴിഞ്ഞ എൻട്രൻസ് കോച്ചിങ്, അത് കഴിഞ്ഞ എഞ്ചിനീയറിംഗ്. അതാണ് സേഫ്. സിനിമ കണ്ട് തെണ്ടി തിരിഞ്ഞു നടക്കാൻ 10 പൈസ ഞാൻ തരില്ല. ചങ്കേ, ഈ സിനിമയിലെത്തുമ്പോ നമ്മളെയൊക്കെ മറക്കുവോ? ജീവിതത്തിൽ ഒരു ലക്ഷ്യമൊക്കെ വേണം, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ഈ സിനിമ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒന്നും നടക്കാനൊന്നും പോണില്ല. എന്റെ കൂടെ വാ, 10 കാശുണ്ടാക്കും. 1995, 1996, 1997 ഈ വീഡിയോയ്ക്ക് കാരണമായിട്ടുള്ള ഞങ്ങളെല്ലാവരും ജനിച്ച വർഷങ്ങളാണിത്. സോ ബേസിക്കലി ഞങ്ങളെല്ലാവരും 90s കിഡ്സാണ്. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ കൂടെ വളർന്ന 2 വാക്കുകളുണ്ട്. ഒന്ന് ടെക്നോളജി, മറ്റൊന്ന് ന്യൂ ജനറേഷൻ. മാറ്റങ്ങളുടെ കുടമാറ്റം ഞങ്ങളോളം കണ്ട മറ്റൊരു ജനറേഷൻ ഇല്ല. ഞങ്ങളുടെ കാലത്താണ് പല സംഭവങ്ങളും മാറിയത്. കറക്കുന്ന ഫോൺ മാറി കുത്തുന്ന ഫോണായി, കുത്തുന്ന ഫോൺ മാറി തോണ്ടുന്ന ഫോണായി. ഞങ്ങളുടെ കാലത്തുണ്ടായ സ്പെഷ്യലായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടിവിയുടെ തടി കുറഞ്ഞു വന്നു, മനുഷ്യന്റെ തടി കൂടി വന്നു. ദൂരദർശൻ മാറി കേബിൾ ടി വി ആയി, കേബിൾ ടി വി മാറി സെറ്റപ്പ് ബോക്സ് ആയി. വീരപ്പനെ വെടിവെച്ചു കൊന്നു. ഞങ്ങളുടെ സ്വന്തം സൂപ്പർ ഹീറോ ശക്തിമാനെ ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങി. മൈക്കിൾ ജാക്സൺ മരിച്ചു. യൂട്യൂബിലൂടെ പുതിയൊരു ചെക്കൻ ജസ്റ്റിൻ ബീബർ പോപ്പ് സ്റ്റാർ ആയി. എന്നാൽ മാറാത്ത ചിലതുണ്ട്. ബൂമറിന് ഇപ്പോഴും 1 രൂപയാണ്, ലെക്സി പേനയ്ക്ക് 5 രൂപയാണ്. എന്തൊക്കെ മാറിയാലും ആരൊക്കെ മാറിയാലും ഞങ്ങളുടെ ഇടയിൽ മാറാത്ത ഒരു കാര്യമുണ്ട്, ഒരേ ഒരു കാര്യം. അതാണ് സിനിമ. സിനിമയാണ് ഞങ്ങളുടെ ജീവിതം. സിനിമ തിയേറ്ററാണ് ഞങ്ങളുടെ അമ്പലം. അന്തസ്സുള്ള തറവാട്ടിലെ പെണ്ണിനെ എനിക്ക് വേണ്ടെങ്കിലോ? എന്നോട് ഇഷ്ടമാണ്. മുല്ലപ്പൂവിനേക്കാൾ ഇഷ്ടം. Let it be the last time. If you dare to say that word once more, I'll pull out your bloody tongue. നേരെ തിരുമിനി ഈ പച്ചൻ പള്ളു കുടിച്ച് പോയിട്ടില്ല. പണ്ടെങ്ങാണ്ടോ ചക്ക വീണപ്പോ ഒരു മൊയൽ എത്തന്ന് വെച്ച് എന്നും ചക്ക വീണാ മൊയൽ ചാവുമോ? അവന്റെ അമ്മയുടെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ? എന്റെ പുത്തൻ റേവൻ ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ച് എന്റെ കാലേ വിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ സെറീന, സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആണ്. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലംബടന. ഇൻട്രസ്റ്റിൽ പറയണം. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. പറയുന്നത് ഇഷ്ടമല്ല അങ്ങനെ പറയരുത്. എല്ലാ കാലത്തും ഒരേമാതിരി ആവില്ലല്ലോ. പോകേണ്ട സമയമാകുമ്പോ പോണം, പിരിയേണ്ട സമയമാകുമ്പോ പിരിയണം. കുഞ്ഞൂഞ്ഞിനൊരു സവിശേഷ സ്വഭാവമുണ്ട്, അറിയാലോ. പുറകെ നടന്ന പെണ്ണ് വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞൂഞ്ഞിന് ത്രില്ല് പോകും. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആവുക, അല്ലെങ്കിൽ അമീർ ഖാനെ പോലെ ആവുക എന്നതല്ല പ്രധാനം, നമ്മളാവുക എന്നുള്ളതാണ് പ്രധാനം. മനു, ആറ്റിങ്ങലാണോ വീട്? ആറ്റിങ്ങൽ HDFC ഉണ്ടായിരുന്ന ഒരു ഭാസ്കരൻ നായരുണ്ട്, അറിയാമോ? ഓളാ തട്ടുകെട്ട് കഴിഞ്ഞ എന്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. എനിക്ക് തന്റെ പിന്നാലെ നടക്കാനില്ല, ഒപ്പം നടക്കാൻ ഇഷ്ടം. സന്തോഷം, കുറച്ചൊക്കെ ഫാൻസി, എന്നാലേ ജീവിതത്തിലേക്ക് ഒരു ലൈഫ് ഉള്ളൂ. ഇപ്പൊ നീ നന്നായിട്ട് ചെയ്താൽ നിനക്കും കൊള്ളാം, ഇല്ലെങ്കിൽ നീ വെറുതെ പൊലിഞ്ഞു പോയുള്ളൂ. എന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. എത്ര പേർക്ക് അവസരം കിട്ടുന്നത്? കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടി വേണം. സിനിമയാണ് ഞങ്ങളെ പലതും പഠിപ്പിച്ചത്. കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം. ദൈവം നമ്മളെ കൂട്ടുകാരാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാ. നമ്മളെ പിരിക്കാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും പറ്റില്ലടാ. ഒരു പെണ്ണിനെ എങ്ങനെ പ്രൊപ്പോസ് ചെയ്യണം. Still I love you. Tam 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 tanam tam tam tanam tam tam tanam. ഒരു അനിയനോടോ അനിയത്തിക്കുട്ടിയോടോ എങ്ങനെ പെരുമാറണം. ഏട്ടാ, അച്ഛൻ്റെ വലിയ ആശയം അത് നടന്നു. അച്ഛനെ ആശിച്ചത് ഏട്ടനെ വക്കീലാക്കണം എന്നല്ലേ? അതെ,
ഞാനായാലും നീയാലും ഒന്നു തന്നെയല്ലേ. അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറണം? എന്റെ കുടുംബം, എന്റെ സ്വപ്നം, എന്റെ സ്വർഗരാജ്യം. ഒരു യാത്രയിൽ നിന്ന് ജീവിതത്തിന് എന്ത് നീക്കിയിരിപ്പ് കിട്ടും? എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ്. അഹങ്കാരം എന്ന് പറയുന്ന സാധനം ലൈഫിൽ എങ്ങനെ തിരിച്ചടിയാവും? എന്നിട്ടൊരച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവോ? ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം ഇല്ല. ഇതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചത് സിനിമയാണ്. കുട്ടിക്കാലത്ത് ഞങ്ങളെ വിസ്മയിപ്പിച്ച, കഷ്ടകാലത്ത് ഞങ്ങളെ ചിരിപ്പിച്ച, ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സിനിമയെന്ന ആ ദൃശ്യമാമാങ്കത്തിന്റെ ഓരം ചേർന്ന് നടക്കാനുള്ള ഞങ്ങളുടെ എളിയ ശ്രമമാണ്. അതാണ് റിവ്യൂ ഫാക്ടറി. ഇനി മുതലുള്ള മലയാള സിനിമകളുടെയും ലോക സിനിമകളുടെയും 2 മിനിറ്റ് നൂഡിൽസ് പോലെ 2 മിനിറ്റ് റിവ്യൂ വരാൻ പോകുന്നു. ഇനിയാണ് കളി.